സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നിഗളം അത് ഏറ്റവും മാരകമായ പാപമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ആത്മീയ നിഗളം അതിലും വികൃതവും വെറുക്കപ്പെട്ടതുമായ ഒന്നത്രേ. കർത്താവ് പരീശന്മാരെ വിമർശിച്ചതിന്റെ കാരണവും ഇത് തന്നെയാണ്. തന്റെ ഗിരിപ്രഭാഷണത്തിലെ ആദ്യ വചനം തന്നെ നിഗളത്തിനെതിരെയായി നമുക്ക് കണക്കാക്കാം. സ്വന്തം ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ബോധമുള്ളവർ ഭാഗ്യവാനാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദാരിദ്ര്യബോധം ഒരുവനെ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിലേക്ക് നയിക്കുന്ന താഴ്മയും വിനയവും ഉള്ളവനാക്കുന്നു. ദൈവത്തെങ്കിലേക്കുള്ള പ്രയാണത്തിന്റെ ആരംഭമാണിത്. ഇവിടെ സ്വന്തം നിസ്സഹായ അവസ്ഥയെക്കുറിച്ചുള്ള ബോധമുണരുന്നു എന്ന് മാത്രമല്ല, ഇതിലൂടെ അവയെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുകയുമാണ്. പരിശുദ്ധാത്മാവാണ് ഈ പ്രേരണ നമുക്ക് നൽകുന്നത്. നിരന്തരമായ രൂപാന്തരത്തിലേക്ക് അത് നമ്മെ നയിക്കുന്നു. വിവിധ അനുഭവങ്ങളിലൂടെ ദൈവഹിതം തിരിച്ചറിയുവാനായി നാം പ്രാപ്തരാകുന്നതും ഇങ്ങനെയാണ്. പ്രിയ സഹോദരങ്ങളെ, ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ബോധം സൗഭാഗ്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാകുന്നു. ഈ ബോധം നമ്മുടെ അന്തരംഗങ്ങളെ ഭരിക്കുന്നുവോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയ്ക്ക് വ്യസന കാരണമായ വഴികൾ ഞങ്ങളുടെ ജീവിതപാതയിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ ദരിദ്രാവസ്ഥ ഞങ്ങൾ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. തേടി വന്ന് വീണ്ടെടുത്ത ദൈവസ്നേഹത്തിൻ ശ്രേഷ്ഠ ശബ്ദം ഓരോ ദിനവും കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. വേണ്ടാത്ത ചിന്തകൾ നിന്നുടെ ഹൃദയത്തെ പാപത്തിനിരയാക്കിയില്ലേ? വേണ്ടാത്ത കാഴ്ചകൾ കാണുവാൻ നിന്നുടെ ദൃഷ്ടികൾ ഉപയോഗിച്ചില്ലേ? വേണ്ടാത്ത വാർത്തകൾ പറവാൻ നിന്നുടെ അധരങ്ങൾ ഉപയോഗിച്ചില്ലേ? വേണം യേശുവിൻ സ്പർശനം നിന്നുടെ ജീവിതയാത്രയതിൽ. മിശിഹാ നിന്നെ തൊട്ടാൽ പാപമുക്തിയേകിടുമേ. മിശിഹാ നിന്നെ തൊട്ടാൽ മാനപാത്രമാക്കിയിടുമേ. പരിപാവനൻ തൻ പരിലാളനത്താൽ നടത്തിയിടുമന്ത്യം വരെ, നയിച്ചിടുമന്ത്യം വരെ. മിശിഹാ നിന്നെ